പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ, ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ കടങ്ങൾ, ചിലയിടത്ത് കൊണ്ട് പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തിൽ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളയും ബൈബിളിൽ. അത് മലയാളത്തിനേക്കാളുപരി സാധാരണഗതിയിൽ മലയാളം ട്രാൻസ്ലേഷനൊക്കെ വരുന്നൊരു വിഷയം മലയാളത്തിന് ഒരു ജീവിതത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ കൊളോണിയൽ ചിന്തകൾക്ക് നമ്മൾക്ക് നല്ല അടിമത്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് നമ്മുടെ കോളനി യജമാനന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന അത് ബൈബിളിൻ്റെ തർജ്ജമകളിലും അതൊക്കെ വരും, അറിയാതെ വരും. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന തർജ്ജമകളുണ്ട്,
മനുഷ്യൻ്റെ ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന തർജ്ജിമകളുണ്ട്. നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതർ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, കൃപാസനം വചന വിശകലനം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അറിയാൻ എന്താണ്, അത് ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പൊരുതുന്ന മനുഷ്യൻ മുറിവുകൾ വകവെക്കാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി അവന് ആവേശവും ഇന്ധനവും യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഗോലിയാത്തിനെ കൊല്ലണതിന് മുമ്പേ ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആരെയാണ് ഏൽപ്പിച്ചത്? യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോയവനാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഒതുക്കണം, നീ ദാവീദാണ്, നിൻ്റെ പണി യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോവുകയാണ്. കാര്യം യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അപ്പവും കൊണ്ടുപോകും. അവനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ഞാനിത് പറയണത് എന്താ അറിയാമോ, ഞാനെപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നോക്കത്തുള്ളൂ. കാര്യം എൻ്റെ മിഷൻ അതാണ്. ഓരോരുത്തർക്കും ഓരോ മിഷനല്ലേ. ഉദാഹരണത്തിന് ഈ എഫേസ്യൻസ് വായിച്ച്, എഫേസ്യൻസ് 4:29 വായിച്ച്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അവരുടെ കേൾവിക്കാരുടെ ഉന്നതിക്കുതകുന്ന വിധമായിരിക്കണം കർത്താവിൻ്റെ വചനവും. അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ വിശ്വാസം കൈമാറുന്നതും കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതും എല്ലാം അതിലെന്താണ്. പക്ഷെ അത് ഇംഗ്ലീഷ് തർജ്ജിമ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അതായത് യൂസ് ഹെൽപ്ഫുൾ വേർഡ്സ് എന്തിനു വേണ്ടി? ടു ബിൽഡിങ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് എന്നാണ്. ഉന്നതി എന്നല്ല കിടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ നോക്കിയിട്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ പത്രം കൊണ്ട് പോകുമ്പോഴും, അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യം വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനോ ഉടമ്പടിയുടെ ഉപദേശങ്ങൾ നൽകുവാനും. കാര്യം ഇപ്പോൾ ഒത്തിരി പേര് ഉടമ്പടി ഒരു പുതിയ സബ്ജക്റ്റ് ആയത് കാരണം ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതുതന്നെയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ആൾക്കാരിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ കാര്യം അങ്ങനെ ചെയ്യുന്ന ആയിരങ്ങളുണ്ട് ശരിക്കും സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തേക്കുന്ന ഇതാണ്, മറ്റുള്ളവരുടെ നീഡ്സ്. അതായത് കർത്താവിൻ്റെ വചനത്തിലില്ലേ, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 2 കൊരിന്തോസ് 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രേക്ഷിതരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉടമ്പടിയെ നിങ്ങളുടെ അതാത് ദിവസത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മാത്രമല്ലാതെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, മറ്റുള്ളവരുടെ ട്രബിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയോ നമുക്ക് കൊണ്ടുപോകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയോ ചെയ്തുകൊണ്ട് അവരെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. എന്തിന്? ദൈവനാമത്തിൽ. അപ്പോൾ നമ്മൾ ദൈവനാമത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഉപദേശം പോലും ഫലിപ്പിക്കണത് ആരാ? ദൈവമാണ്. അയ്യോ ഞാനെന്ത് പറയാനാണെന്നല്ല, എന്നിലൂടെ കർത്താവ് എന്ത് പറയും. അപ്പം നമ്മൾ പറയണത് നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ
അത് അവർക്കത് പ്രയോജനമായിട്ട് മാറും. ഇതിനകത്ത് എന്താ കാര്യത്തിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരാളോട് സംസാരിച്ച് അയാൾക്ക് ആശ്വാസം ഉണ്ടാകണമല്ല വിഷയം. നമ്മളോട് സംസാരിച്ച് തീരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് വലിയ കഴമ്പോ കാമ്പോ ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ആന്തരിക ശക്തി ലഭിക്കും. അതാര് കൊടുക്കുന്നതാണ്? ദൈവം കൊടുക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിൻ്റെ അടുത്തുള്ള തലൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഇടവക ദേവാലയം എന്ന് പറയുന്നത് ഉണ്ണിമിശിക ഇടവക ദേവാലയമാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 28 അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ എൻ്റെ വീട് പണി ആയി ബന്ധപ്പെട്ടും അതുപോലെ കടബാധ്യത അതുണ്ടായിരുന്നു, അത് ഒന്ന് മാറി കിട്ടുന്നതൊക്കെ ആയിട്ടാണ്. അതുപോലെ എൻ്റെ ഇടവക ദേവാലയം 14 വർഷമായി മുടങ്ങി കിടന്നിരുന്ന ഇടവക ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു നിയോഗവും. അതുപോലെ എൻ്റെ മോൻ ഈ കൊല്ലം 10ാം ക്ലാസ് പാസ്സായതാണ്. അവന് ഒരു തുടർ വിദ്യാഭ്യാസം ലഭിക്കാത്തക്ക രീതിയിലുള്ളൊരു മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾക്കാണ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 2022 സെപ്റ്റംബർ 28 ഇവിടെ വരുമ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിൽ ഞാനൊരു ജീവനക്കാരാണ്. PTC ആയിട്ടാണ് തുടങ്ങുമെങ്കിലും 2022 ഓഗസ്റ്റിൽ എൻ്റെ സ്ഥലമാറ്റവുമായി സ്ഥലം മാറി പുതിയ പ്രൊമോഷനായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ പോസ്റ്റ്മോർട്ടം ജോലിയുണ്ട്, ഇതൊക്കെ ചെയ്യണം. ഇതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു അംഗവൈകല്യം ബാധിച്ചൊരു ആളാണ്. എനിക്ക് ഒരു കാലുമ്മ ഒരു എന്താ പറയുക ഉറക്കമൊക്കെ ഇളയ്ക്കുമ്പോൾ ഒരു വേദന വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ നമ്മൾ PTC ആയിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാറി നമ്മൾ പുതുക്കാട് വന്നപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ ആദ്യം കയറി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമുണ്ടായില്ല. അതിനോടനുബന്ധിച്ച് അതുപോലെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുളിയൊക്കെ ഉണ്ട് പച്ചവെള്ളത്തിൽ. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാറില്ല, ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. പച്ചവെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ നീർക്കെട്ട് പിടിക്കും. നീർക്കെട്ടെന്ന് ഞാൻ പറയാതിനെ ഇത് എന്തുകൊണ്ട് വരണോ എങ്ങനെ വരണമെന്നും എനിക്ക് ആദ്യം ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നീർക്കെട്ട് മൂലം എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി ജോലിയിൽ പോകാൻ. ജോലിക്ക് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജോലി ഇലക്ട്രീഷ്യൻ പണിയായിരുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് കിടന്ന് പറയാം ഇലക്ട്രീഷ്യൻ പണി എൻ്റെ സ്വന്തം പണിയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം, ആരോടും ചോദിക്കേണ്ട. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് നിശ്ചിത ലീവുണ്ട്. ആ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീവ് കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ പ്രൊഫഷൻ പീരീഡാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ പറഞ്ഞയക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചില സമയത്തൊക്കെ നമുക്ക് വേദനകൾ വരുമ്പോൾ നമ്മൾ ശമ്പളമില്ലാത്ത അവധികൾ എടുക്കും. 1 മാസത്തേക്ക് ശമ്പളം ഇല്ല, നമ്മൾ അവധി ചോദിക്കണം. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ തുടർന്നുള്ള ചിലപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും. പ്രൊമോഷനൊക്കെ ചിലപ്പോൾ ബാധിക്കായിരിക്കും. എങ്കിലും എനിക്ക് തീരെ പറ്റാണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കും. അങ്ങനെ 2 തവണയാണ് ഞാൻ ശമ്പളമില്ലാത്ത അവധി എടുക്കുന്നത്. ശമ്പളമില്ലാത്ത അവധി എടുത്തിട്ടും നമുക്ക് കാര്യം നമ്മുടെ വീട് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ എനിക്ക് എന്ത് തന്നെ ആയാലും ശരി, ഞാൻ എൻ്റെ കൊച്ചു കപ്പകളിൽ ചെന്നിട്ട് എൻ്റെ മാതാവിനോട് പറയണം, എനിക്ക് ഈ ജോലി എങ്ങനെയും മാറ്റിത്തരണം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എത്തുമ്പോഴത്തിലാണ്. ഇപ്പോൾ മാതാവാണ്, നീ കൃപാസനത്തേക്ക് പോകും, അവിടെ ചെന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനത്തേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കാനായിട്ട് തുടക്കത്തിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് അച്ഛൻ്റെ. ആ ക്ലാസ്സിൽ നമ്മളിരുന്നപ്പോൾ അച്ഛൻ അന്ന് പറയുന്നത് എങ്ങനെ വെച്ചാൽ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പുലർച്ചെ 5:30 നമുക്ക് പ്രഭാത പ്രാർത്ഥന ചെല്ലണം. അത് കഴിഞ്ഞിട്ട് അന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് സായന ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലണം. പക്ഷേ ഇതൊക്കെ ചില സമയങ്ങളിൽ ഞാൻ ജോലിക്ക് ആകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ജോലി സ്ഥലത്ത് ഇത് ചെയ്യാൻ എന്നോട് ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാണ്ട് എൻ്റെ ഭാര്യയുടെ പേര് റീന എന്നാണ്, റീനോട് എടുപ്പിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. ആദ്യത്തെ ഒരു 90 ദിവസം 3 മാസം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ എങ്ങനെ വെച്ചാൽ വീട് പണി ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. അപ്പോൾ വീട് പണിയൊക്കെ ആരംഭിക്കാം അതിനുള്ള ചർച്ചയൊക്കെ വന്നെങ്കിലും ഞാനിങ്ങനെ പിന്നോക്കം നിൽക്കണം. കാരണം ഈ ജോലി ചിലപ്പോൾ ഞാൻ കളയും, കാരണം എനിക്കിത് സ്ഥലം മാറ്റം കിട്ടിയില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ
അങ്ങനെ ഒരു സായന പ്രാർത്ഥനയിൽ, ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രഭാതന പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഗഗായി 2:7 വചനം തന്നിട്ട് കർത്താവ് പറയണം, നീ വീട് പണി ആരംഭിക്കണം. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ജനതകളെ കുലുക്കും, എല്ലാ ജനതകളെയും അമൂല്യനിധികൾ എൻ്റെ അരികിൽ വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. സ്വർണം എൻ്റേതാണ്, വെള്ളി എൻ്റേതാണ് എന്ന് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ആ വചനം കിട്ടിയ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, എന്തായാലും നമുക്ക് വീട് പണിക്ക് കുറ്റി അടിക്കാം. കുറ്റി അടിച്ചിട്ട് നമുക്ക് തറപ്പണിയുടെ കാര്യങ്ങൾ നോക്കാം, അങ്ങനെ ചെയ്യാം. അങ്ങി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ തറ കെട്ടിയെങ്കിലും കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ DMO ഓഫീസിലൊക്കെ കയറി, എനിക്കിങ്ങനെ സ്ഥലം മാറ്റം കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ പഴയ പണി PTCയിലേക്ക് ഇങ്ങനെ തിരിച്ചു വിടാൻ പറ്റുമോ, അതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് നമ്മൾ പറഞ്ഞ്, യൂണിയൻ മെമ്പേഴ്സാണ്, നമ്മൾ അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ പോരും. പക്ഷേ പിന്നീട് ഇതിനൊരു മൂവ്മെൻ്റ് ഇല്ല. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിവിടെ വന്ന് പുതുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ വന്നു. ഇവിടെ ഒരു 7 മണിക്കൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നാളെ അതിനെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ, ഞാൻ ബൈക്കിന്മേയാണ് എൻ്റെ ഭാര്യനെ കൂട്ടി വന്നത്. ഇവിടെ വന്നു കുർബാനയുടെ ഇടയിൽ അച്ഛൻ പറയണം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ്. നമ്മൾ ഉടമ്പടി എടുത്ത് ശരിയായി പ്രവർത്തിക്കുന്നവർക്ക് വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ അവർക്കുള്ള മറുപടി ദൈവം നൽകിയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും സാക്ഷ്യം പറയേണ്ടി വരില്ല, 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്നു കിട്ടിയില്ല. എങ്കിലും നമ്മൾ നിരാശനായില്ല, നമ്മൾ പുതുക്കി. ഈ പ്രാവശ്യം പുതുക്കിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ ഇങ്ങനെ പുതുക്കിയത്. കാരണം അതിനൊരു വിശദീകരണം കിട്ടി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിലാരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആത്മീയമായി പങ്കെടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ ഭാര്യ ചെല്ലും, ബാക്കിയുള്ള ആ ദിവസങ്ങൾ നൈറ്റ് ഷിഫ്റ്റുള്ള ദിവസങ്ങൾ ആത്മീയമായി ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്താൽ ഈ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അതുപോലെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ അവിടെ നിന്ന് കേൾക്കുക. ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈം 10 തൊട്ട് 2 വരെയാണ്, ഒരു 4 മണിക്കൂർ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സമയത്തൊന്നും ഉറങ്ങില്ല, 10-12 മണിയായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. അപ്പോൾ 2 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങാണ്ട് ഇതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. എനിക്ക് വീട്ടിൽ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല, ജോലിക്ക് പോകണവരോട് പറ്റില്ല. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ 90 ദിവസവും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തറ കെട്ടി അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എടുക്കാനുള്ള അപേക്ഷകൾ പൂർത്തിയാക്കി, അത് അപേക്ഷിച്ചു. ലോൺ കിട്ടിയാൽ അവിടെ കിടന്നോട്ടെ, നമുക്ക് വാങ്ങാണ്ടിരുന്ന കുഴപ്പമില്ലല്ലോ, പാസ്സായി അവിടെ കിടന്നോട്ടെ എന്ന രീതിയിൽ ആ രീതിയിൽ നമ്മൾ അപേക്ഷയൊക്കെ വെച്ചു. വീണ്ടും വന്നു, നമ്മൾ പുതുക്കി. ഈ പ്രാവശ്യം ഞാൻ തന്നെ പുതുക്കി. വീണ്ടും ഞാൻ തിരിച്ചു പോയി സെപ്റ്റംബർ, അതായത് 2023 ജൂൺ 7-ാം തീയതി വിളിച്ചിട്ട് ബാങ്കിലത്തെ ആൾ വിളിച്ച് പറയണം, ലോൺ പാസ്സായിട്ടുണ്ട്, ഇനി ലോണായി 7 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലോൺ എടുത്തത്. 7 ലക്ഷം രൂപ നമ്മുടെ വീട് പണി പൂർത്തിയാവില്ല. അപ്പോൾ ഒരു കുറി ചേർന്നിട്ടുണ്ടായിരുന്നു, ഒരു 5 ലക്ഷത്തിൻ്റെ കുറിയും കൂടി നമ്മൾ ചേർന്നപ്പോൾ അത് വിളിച്ചാൽ ഒരു 3.5 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ ഒരു 10-12 ലക്ഷം രൂപ കുറച്ച് കാശ് നമ്മുടെ നിന്നും കൂടി വീട് പണി പൂർത്തിയാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ലോൺ പാസ്സായെങ്കിലും വാങ്ങാൻ ഞാൻ ഇപ്പോൾ തയ്യാറായില്ല, നോക്കട്ടെ ഇതെന്താവും നോക്കട്ടെ എന്ന് പറഞ്ഞ് ജൂൺ 7-ാം തീയതി പാസ്സായതിൻ്റെ പിറ്റേ ദിവസം ജൂൺ 8-ാം തീയതി എനിക്ക് സ്ഥലമാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങി. അപ്പോൾ ഉത്തരവ് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല, സ്ഥലം മാറ്റം. അപ്പോൾ ഈ സ്ഥലം മാറ്റത്തിന് മുമ്പ് നമ്മൾ മെൻ്റലി ഹാരാസിങ് എന്നൊരു പരിപാടി ഉണ്ട്. അതായത് ഒരു സ്ഥലം മാറ്റം നമുക്ക് വെറുതെ അങ്ങോട്ട് തരില്ല, അവർ അധ്വാനിച്ച് നേടിയതായുള്ള രീതിയിൽ നമുക്ക് തരുള്ളൂ. അപ്പോൾ നമ്മളെ DMOയ്ക്ക് വിളിപ്പിച്ചു. ഡെപ്യൂട്ടി DMM വേറെ 2 പേരും കൂടി എന്നോട് ചോദിക്കുകയാണ്, നീ കൃത്യമായിട്ട് ജോലിക്ക് ഹാജരാവണില്ല, അതുപോലെ കൃത്യമായിട്ട് ജോലി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് തന്നെ ജോലിക്ക് കയറുന്നുണ്ട്, നിങ്ങൾ വന്ന് പരിശോധിച്ചോ, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ, പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാലോ, എനിക്ക് വേണ്ടിയും പറയാൻ അവിടെ ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ മാതാവ് എനിക്ക് വേണ്ടി പറയാൻ ഒരാളെ ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് മാറിപ്പോയ ഒരു ഹെഡ്, നഴ്സിംഗ് സൂപ്രണ്ടായി പ്രൊമോഷൻ കിട്ടിപ്പോയ ഒരു ഹെഡ് എനിക്ക് വേണ്ടി അവിടുന്ന് ഫോണിൽ, തിരുവനന്തപുരത്താണ് ആൾ മാറിപ്പോയത്, അവിടുന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് പറയണേ, അവൻ ചെയ്യണ പോലെ ഒരാൾ അവിടെ ജോലി ചെയ്യണമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടിൻ്റെ ആളായി. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന നഴ്സിംഗ് സൂപ്രണ്ട് മാറിയ ഒഴിവിലേക്ക് പുതിയൊരു സൂപ്രണ്ട് ചാർജ് എടുത്തു. ആ നാട്ടുകാരി ഇങ്ങനെ, പുതുക്കാട് നാട്ടുകാരി ഇങ്ങനെ, ബീന സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, ആ ബീന മേഡമാണ് പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തു. ഞാൻ
ചെയ്യുന്ന പ്രയാസങ്ങൾ കണ്ടിട്ടും ജോലി ചെയ്യാൻ കാണുന്ന ബുദ്ധിമുട്ടും കണ്ടിട്ടും അവർ തന്നെ എനിക്ക് വിളിച്ച് പറയണം DMLക്ക് അവൻ്റെ ആ ഒരു കാലുവേദന അത് ജനുവിൻ തന്നെയൊക്കെയാണ്, അത് ശരിക്കുള്ള കാര്യം തന്നെയൊക്കെയാണ്. അതുകൊണ്ട് അവർ സ്ഥലമാറ്റം ലഭിക്കണമെന്ന് അവർ തന്നെ നമുക്ക് വിളിച്ച് പറയണം. അപ്പോൾ ആ ഒരു സപ്പോർട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം കിട്ടുകയാണ്. അതുപോലെ നമ്മൾ വാക്കാൽ ഇവരോട് പറഞ്ഞുള്ളൂ, രേഖാമൂലം നമ്മൾ വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത അപേക്ഷയാണ്. ഇനി അത് ഒഫീഷ്യലായിട്ട് ഞാൻ ശരിക്ക് വയ്ക്കണം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എനിക്ക് കാലുവേദന വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ന്യൂറോ സർജനെ കണ്ട് അഡ്മിറ്റായി. ആൾ ചില ടെസ്റ്റുകൾ നടത്തി, MRI സ്കാൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഡിസ്ക് ബൾജ് മൂലമാണ് നിനക്ക് ഇത് വരണം, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരണം, ഇത് ഒരിക്കലും മരുന്നുകൊണ്ട് മാറില്ല, ഓപ്പറേഷൻ മാത്രമേ നടക്കൂ, ഓപ്പറേഷൻ ശരിയായിട്ട് റെഡിയായിട്ട് നീ വരണം എന്നോട് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ ഞാൻ ഓപ്പറേഷന് ഞാൻ പോയില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, ഈ രേഖകളൊക്കെ വെച്ച് ഞാൻ വീണ്ടും DMLക്ക് അപേക്ഷ വെച്ചപ്പോൾ അത് ഒഫീഷ്യലായി. എന്തുകൊണ്ടാണ് ഞാൻ ഇത് സ്ഥലം മാറ്റം വാങ്ങണേ എന്നുള്ള രേഖ മൂലം അപേക്ഷ വെച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ അപേക്ഷ അവർ സ്വീകരിച്ച് അതായത് 2023 ജൂൺ 7-ാം തീയതി ജൂൺ 8-ാം തീയതി എനിക്ക് ഉള്ള സ്ഥലം മാറ്റ ഉത്തരവ് തരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം അതായത് ജൂൺ 9-ാം തീയതിയാണ് ഞങ്ങൾ വീടിൻ്റെ കട്ടളവെപ്പ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം ഉത്തരവ് ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ലീവ് സാങ്ഷൻ ചെയ്ത് ഞാൻ 9-ാം തീയതി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയിരുന്നത്. അങ്ങനെ 9-ാം തീയതി കട്ടളവെപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബീന മേഡം എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇന്ന് തന്നെ വരണം, നിൻ്റെ റിലീവോട് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, നീ ഇന്ന് തന്നെ കൈപ്പറ്റി ഇന്ന് തന്നെ പോയി പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യണം. അങ്ങനെ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് എൻ്റെ റിലീവിംഗ് ഓർഡർ വാങ്ങി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് ഞാൻ ഇതിപ്പോൾ 7 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പുതുക്കാട്ടേക്ക്. 3 കിലോമീറ്റർ അടുത്ത് മാത്രമുള്ള വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ അറ്റൻഡർ ഗ്രേഡ് 2 ആയിട്ട് വീണ്ടും ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ എൻ്റെ നിയോഗം സാധിച്ചത് എങ്ങനെയാണ്, ഞാൻ ഈ പറയണ പോലെയുള്ളൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു ഇത്. ഈ 240 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ജോലി വലിച്ചെറിയാം, ആ രീതിയിലായിരുന്നു. കാരണം ദൈവം തന്ന ജോലിയാണ്, ഞാൻ ഇലക്ട്രീഷ്യൻ ജോലിയാണ് ചെയ്തിരുന്നത്. അതിൽ ഞാനൊന്നും അതിലൊരു പച്ച പിടിക്കില്ല എന്ന് തമ്പുരാൻ തോന്നി എന്നെ ദൈവം പറിച്ചെടുത്തിട്ടാണ് ഈ ജോലിക്ക് എന്നെ മാറ്റിയത്. കാരണം ആ ജോലിയിൽ ഞാൻ ആപ്റ്റല്ല എന്ന് തമ്പുരാനെ തോന്നിയ കാരണം കൊണ്ട് ആ ജോലിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടാണ് ഈ പുതിയൊരു ജോലിയിലേക്ക് എന്നെ മാറ്റിയത്. ആ ജോലി ഞാൻ കളയുകയാണ് എന്ന് തമ്പുരാനോട് പറയും കൂടി ചെയ്തു. എനിക്ക് മനസ്സിലായി ദൈവം തന്ന വഴികൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്നോട് ശാരീരികപരമായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അത് ദൈവത്തിന് എന്നേക്കാളധികം ദൈവത്തിന് അറിയാം. ഈ ആശുപത്രി തൊട്ടപ്പുറത്ത് സ്കൂളാണ്, സെൻറ്റ് ആനീസ് സ്കൂൾ എന്ന് പറയും പുതുക്കാട്. അതിൻ്റെ മുമ്പിലൊരു തിരുഹൃദയ രൂപമുണ്ട്, കൈ ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന ഒരു രൂപം. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ അത് കളയും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ മിനിറ്റും ഞാൻ എണ്ണിയിരുന്നു എൻ്റെ സ്ഥലം മാറ്റം എപ്പോൾ കിട്ടുന്നു. ഓരോ പ്രാവശ്യം ഞാൻ തമ്പുരാനോട് പറയുന്നു, ഓരോ മിനിറ്റും ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ഇടപെടലായിട്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാതാവിനെ ഞാൻ കൊമ്പെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ നീ ഇടപെടാണ്ട് പറ്റില്ല. കാരണം ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കണ്ടോ അതൊക്കെ മാതാവിൻ്റെ വിമല ഹൃദയം വഴിയായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നീ ഇടപെട്ടേ പറ്റൂ, എനിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, എനിക്ക് വേണ്ടി ഇടപെടാൻ വേറെ ആരുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണം. ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കാനായിട്ട് നമ്മുടെ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ. വേറൊരാളും ജീവിത പങ്കാളിയോ അപ്പനോ അമ്മയോ ആരും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ചിലപ്പോൾ തമ്പുരാനോട് സംസാരിക്കും. എൻ്റെ വിഷമങ്ങൾ എനിക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അതാണ്. ചില നേരത്ത് ദൈവമായിട്ട് കണ്ടു പറയും. കാരണം നിനക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല, നീ വിചാരിച്ചാൽ നിമിഷമെല്ലാം നടക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ സ്ഥലം മാറ്റം ഓരോ മിനിറ്റും നമ്മൾ ഈ പറയണ പോലെയല്ല അതനുഭവിക്കുമ്പോൾ ഭയങ്കര ടോർച്ചറിങ്ങാണ് ശരിക്കും ഓരോ നിമിഷം. അതിൻ്റെ ഇടയിൽ ചിലവർ പറയും നിനക്കൊന്നും സ്ഥലം മാറ്റം കിട്ടാൻ പോലില്ല, നീക്ക് ഇവിടെ നിൽക്കുള്ളൂ. ഞാൻ അവരോട് പറയും, നിങ്ങൾ കണ്ടോ ഞാൻ സ്ഥലം മാറി പോകുന്നത്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇടപെടണം, നിങ്ങൾ കണ്ടോ എന്ന് പറയും ഞാൻ ചില നേരത്ത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-33 വചനങ്ങൾ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ദൈവം കുറ്റം ആരോപിക്കാത്തവരുമേൽ ആരും കുറ്റം ആരോപിക്കും. ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും കണ്ടറിയാണ്. DM ഓഫീസിൽ എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഈ പ്രൊഫഷൻ പീരീഡിൽ ഞാനിങ്ങനെ കാണിക്കുന്ന ഈ കാട്ടായങ്ങോട്ട് അവർക്ക് നിഷ്പ്രയാസം എൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടാം.
ആരും ചോദിക്കാനില്ല. കാരണം പ്രൊഫഷൻ പീരീഡ് ഞാൻ ആപ്റ്റല്ല എന്ന് തോന്നിയാൽ കളയാം. പക്ഷേ അവിടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കണം. കാരണം എന്താ, ദൈവം കൂടെ നിൽക്കണില്ല, ഒരാളും നമുക്ക് എതിരെ നിൽക്കില്ല, ഒരാളും കുറ്റം ആരോപിക്കില്ല. അവിടെ പറയാൻ വേറെ ആൾക്കാരെ ദൈവം കൊണ്ടു നിർത്തും. അതാണ് ആ സിസ്റ്റർ വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം മാറ്റം കഴിഞ്ഞ് എൻ്റെ അടുത്തത് വീട് പണിയാണ്. ഈ വീട് പണിയും സ്ഥലം മാറ്റമൊക്കെ ഇതിനോട് കണക്റ്റഡാണ്. അത് ഇത്രയും വർഷം 2023 ജൂൺ 9 ഞാൻ സ്ഥലം മാറ്റം മാറിപ്പോയി. ഞാൻ ഇത്രയും വർഷം എടുത്തു, 4 വർഷത്തിനടുത്ത് അവനെ പോണേ ഇത് പറയാനായിട്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ വീടിൻ്റെ പണിയും കൂടിയും അതിൽ ഇൻക്ലൂഡിങ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി കട്ടള വയ്ക്കുന്ന അന്നാണ് ഈ സ്ഥലം മാറിപ്പോണേ. അതിന് മുമ്പാണ് ഞാൻ ലോൺ പാസ്സായിട്ട് ഞാൻ കൈപ്പറ്റാണ്ടിരിക്കുന്നത്. ഈ വീട് പണി സ്ഥലം മാറ്റത്തിൽ നമുക്ക് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ഥലം മാറി നമുക്ക് വീട് പണി ആരംഭിക്കാം. വീട് പണി കയ്യിലുള്ള കാശും കുറച്ച് ഗാർഹിക ലോണാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ഒരു ഫസ്റ്റ് തരുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ കയ്യിൽ നിന്നെടുത്ത് ചെയ്യണം. അങ്ങനെ ചെയ്ത് പോയി. ഇടയിൽ വെച്ച് മുടങ്ങിയപ്പോൾ വീണ്ടും വീട് പണി മുടങ്ങിയപ്പോൾ തമ്പുരാൻ തന്നെ പല വഴിക്കൂടെ സ്വർണം പണയം വെച്ചും അല്ലാതെയും ആ സമയത്ത് പറഞ്ഞാലേ ഈ ഗഗായി 2:7 പറഞ്ഞ പോലെ ജനതകളെ ഞാൻ കുലുക്കും, എല്ലാ ജനതകളും അമൂല്യ നിധികളുടെ വരും. സ്വർണ്ണത്തിന് തീ പിടിച്ച പോലെയായി. നമ്മൾ പണയം വയ്ക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടാൻ തുടങ്ങി. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വഴികളാണ്. ആ വഴികളിൽ കൂടെ നമ്മൾ വീണ്ടും വീട് പണി ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും മുടങ്ങിയെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാരണം ദൈവം അതിൻ്റെ വഴികൾ ഒരുക്കും. ആ ഒരു കുറി ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ കുറി വിളിക്കാനായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് പോയി. അപ്പോൾ കുറി വിളിച്ചാലും അതും ഒരു നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടുള്ളൂ. കുറേ ആൾക്കാർ വിളിക്കാണ്ട്, അതിൽ വിളിക്കുന്ന ആൾക്കാരെ നറുക്കിട്ടിട്ട് ആർക്ക് കിട്ടിയോ ആർക്ക് കിട്ടുള്ളൂ. 3.5 ലക്ഷം രൂപയാണ് 5 ലക്ഷത്തിൻ്റെ. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ കുറിയാണ്, നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം നമുക്ക് നഷ്ടമുണ്ട്. പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ, നറുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ്. ഞാൻ വീണ്ടും ദൈവത്തോട് വായിച്ചു, എനിക്ക് നറുക്ക് കിട്ടിയ കാര്യം. കാരണം ഈ കുറി ചേരാൻ എന്നോട് പറയുന്നതും തമ്പുരാൻ തന്നെയാണ്. അപ്പം എനിക്ക് നീ പറഞ്ഞ പോലെയാണ് ഞാൻ അതൊക്കെ ചെയ്തതാണ്. എനിക്ക് എന്തായാലും കാശ് കിട്ടിയേ പറ്റൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡിസംബർ മാസം 24 ഈ വിളിച്ചു പറയുന്നത് 2024 ഡിസംബർ മാസം ആ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയണം, നിനക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ട്, 4.25 ലക്ഷം രൂപയാണ് നിനക്ക് കിട്ടാൻ പോണത്, 3.5 ലക്ഷമല്ല. അപ്പോൾ എൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ ദൈവം വീണ്ടും അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു യോഗ്യതയോ കാര്യങ്ങളില്ല. നമുക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷേ യോഗ്യതയുള്ളവർ നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ കർത്താവ് യേശു മിശിഹാ അവൻ്റെ യോഗ്യത വെച്ച് ഞാൻ ചോദിക്കണേ. എനിക്ക് ചോദിക്കാൻ അത് മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവത്തോടും എനിക്ക് വേണ്ടി പാടുപെട്ട് മരിച്ച കർത്താവിൻ്റെ യോഗ്യത വെച്ചിട്ടാണ് ഞാൻ ചോദിക്കണേ. എനിക്കതുള്ളൂ. ആ യോഗ്യത വെച്ച് ചോദിച്ചാൽ പിതാവ് തള്ളില്ല, ഉറപ്പാണ്. നിങ്ങളൊക്കെ അതൊക്കെ ചോദിക്കണം. നമുക്ക് പല പ്രാവശ്യം നമുക്ക് തെറ്റ് വരുന്നത് നമുക്ക് ആരുടെ യോഗ്യത വെച്ച് പ്രാർത്ഥിക്കണം എന്നറിയില്ല. ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരണം. ഓരോരോ ടൈമിൽ നീ ഇങ്ങനെ തന്നെ വേണം പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. കാരണം എന്താ, മനുഷ്യനായി പിറന്ന ആർക്കും ഈ യോഗ്യതകളില്ല. യോഗ്യത ഒരുത്തനുള്ള മനുഷ്യനിൽ പിറന്നത് അത് കർത്താവിന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ യോഗ്യത വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഓരോരോ കാര്യങ്ങളും നേടുന്നത് അങ്ങനെയാണ്. കാരണം ഇത് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ആരും പറഞ്ഞു തരുന്നതല്ല. ഓരോ ടൈമിൽ ഞാൻ കൊമ്പെത്തിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ കൊമ്പെത്തിക്കുന്ന ടൈമിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കും. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ആവശ്യങ്ങളുണ്ട്, എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് ഞാൻ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പറഞ്ഞു തന്ന് അതേ പ്രകാരമാണ് നമ്മൾ പോകുന്നത്. അതുപോലെ വീടിൻ്റെ പണി അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇടവക പള്ളി 14 വർഷം മുടങ്ങി കിടക്കുന്ന ഇടവക പള്ളി, കേസും കൂട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന പള്ളി, അതും ഞാൻ ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അതിൻ്റെ പണിയും ആ വർഷം 2024 ജൂലൈ മാസം പുനരാരംഭിച്ച് അത് ഈ 2025 സെപ്റ്റംബർ 27 അതിൻ്റെ കൂദാശകർമ്മം നടത്തി. അതിൽ ആദ്യത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു തമ്പുരാൻ. മുടങ്ങി കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ ആ ഒരു പണിയുടെ കാര്യം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം കുറേ കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിലും തമ്പുരാൻ അനുഗ്രഹിക്കണം. ആ വർഷം തന്നെ 2025 കഴിഞ്ഞ വർഷം ഡിസംബർ 31 എൻ്റെ വീടിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി. ഒരു പണിങ്ങി ബാക്കിയില്ല, എല്ലാ പണിയും പൂർത്തിയാക്കി. അതിൽ പെരവഞ്ചിരിപ്പ് നടത്തി ഞങ്ങൾ താമസിക്കണം. ഇത്രയും വർഷം, അതായത് ഏകദേശം ഒരു 4 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു 6 മാസം ഒഴിച്ചു നിർത്തിയ ബാക്കി ഒരു 3-3.5 വർഷത്തിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, നടത്തിയ വഴികൾ, ആ വഴിക്കാണ് കർത്താവിന് നന്ദി പറയണേ. ഓരോ കാര്യങ്ങളും നമ്മൾ പറയും. സങ്കീർത്തനം 40:17 പറയുന്ന പോലെ
ഞാൻ പാവപ്പെട്ടനും ഞാൻ ദരിദ്രനും പാവപ്പെട്ടനുമാണ്. എങ്കിലും കർത്താവിന് എന്നെ പ്രതി ഒരു കരുതലുണ്ട്. എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവിന് എന്നെ പ്രതി കരുതലുണ്ട്. ആ കരുതലാണ് ഞാൻ തൊട്ടറിഞ്ഞത്. ആ കരുതൽ നിങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും നന്മയ്ക്കായി ദൈവം പരിണമിക്കും. അംഗവൈകല്യം ബാധിച്ച് ഞാൻ പഴയ ചെറുപ്പകാലത്ത് കുറേ വിഷമിച്ചിരുന്നു. ആ അംഗവൈകല്യം മൂലം വെച്ചാൽ ഞാൻ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ വെച്ചിരുന്നത്. ദൈവം പണ്ടേ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കാലക്കൂട്ടി തന്നെ ദൈവം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ശരിയാക്കി. ആ സമയം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പ് അതൊരു വലിയൊരു ഘടകമാണ്. നിരാശയും കാര്യങ്ങളും പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ കുറേയൊക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിനോട് ചേർന്ന് നിന്ന് തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവ് മാത്രമേ നമുക്ക് വഴികാട്ടിയും നമ്മുടെ കൂടപ്പിറപ്പും രക്ഷകനുമായിട്ടുള്ളൂ. വേറെ ആരുമില്ല. കർത്താവിനോട് ചേർന്ന് തന്നെ നിൽക്കണം. മാതാവ് വഴിയായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ കാരണവശാലും ആ അപേക്ഷകളൊന്നും നടക്കാതെ വരില്ല. എങ്ങനെ പോയാലും മാതാവ് നടത്തി തരും. കാരണം അതിൽ കല്യാണ വിരുന്നിൽ മാതാവിൻ്റെ മധ്യസ്ഥം മൂലമാണ് ആദ്യത്തെ അത്ഭുതം നടക്കണേ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന നമ്മൾ തൊട്ടറിഞ്ഞ വഴികൾ. ഞാൻ ഈ പറയണ പോലെ അല്ല. അതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് പത്രം, അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അപേക്ഷകളൊക്കെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഇവിടുന്ന് തന്ന ആ തൈലം വെച്ചിട്ട് നമ്മൾ അതിൽ കുരിശ് വരച്ച് അപേക്ഷ വയ്ക്കും. കാശ് രൂപം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ പത്രങ്ങൾ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ വീട്ടിലത്തെ ഈ കൊച്ചുമക്കൾ ഒഴിച്ച് ബാക്കി എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. അമ്മയും ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടിയാണ് വിതരണം ചെയ്യുക. കഴിവതും നമ്മൾ കർത്താവിനെ അറിയാത്ത മക്കളിലേക്ക് തന്നെ അത് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ചില ആശുപത്രികളൊക്കെ നമ്മൾ പണ്ട് കൊടുത്തിരുന്നത്. ചില ആശുപത്രികളൊക്കെ ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനോട് പറയുന്നതാണ്, ഇതൊക്കെ വായിച്ചിട്ട് പിന്നെ അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ ഈ പത്രം കീറി അവർ ആവശ്യമില്ലാതെ വല്ല ഛർദിൽ തുടയ്ക്കാൻ അതിനൊക്കെ എടുക്കുക. അത് കണ്ടെനിക്ക് വിഷമമായിട്ട് ഞാൻ തന്നെ പത്രങ്ങൾ കുറേ വാരി അവിടുന്ന് വായിച്ച് കഴിഞ്ഞ പത്രങ്ങൾ ചിലപ്പോൾ ഓരോ ഏടുകളൊക്കെ ആയിരിക്കുക. അതൊക്കെ ഞാൻ വാരി എടുത്ത് എൻ്റെ കയ്യിൽ വയ്ക്കും. കാരണം അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പത്രമല്ല, അത് ഈശോനെ കുറിച്ച് 4 പേര് അറിയാനുള്ള പത്രമാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ കണ്ട് അത് കൊടുത്തിരുന്നത്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് തുടക്കം തൊട്ടതുണ്ട്. ഞാൻ ഇവിടെ വരേണ്ട മുമ്പുണ്ട്. പക്ഷേ കുറേയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. കാരണം അതൊന്നും എൻ്റെ അല്ല. കർത്താവ് ഞാനൊരു ഉപകരണത്തോടുകൂടി ചെയ്യുന്നതാണ്. ഞാൻ അതിലൊരു ഉപകരണം മാത്രമാണ്. കാരണം എൻ്റേതെന്ന് പറയാൻ എനിക്കില്ല. തമ്പുരാൻ തന്ന ധനത്തിൻ്റെ ഒരു വിഹിതം ആർക്കെങ്കിലുമൊക്കെ ദൈവം പറയണ പോലെ ഞാൻ കൊടുത്തിരുന്നു. എല്ലാം ഓടി നടന്ന് ചെയ്യല. ചില തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴികൾ മാനസികമൊക്കെ ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുക. അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുക, കഴിയുന്ന ഉപകാരം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ കാരുണ്യ പ്രവൃത്തികൾ. അതുപോലെ അനാഥരെ കണ്ടുമുട്ടുക. ഈ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ഞാൻ മാസം തോറും ചില അവിടെ ആൾക്കാരിൽ ഈശോയെ എന്ന് വിളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക് വളരെ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വഴിവെക്കൽ ഇരുന്നിട്ട് ഭിക്ഷ എടുക്കുന്ന സഹോദരന്മാരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊക്കെ ഒരു പൊതിച്ചോറ്. അവിടെ മാനന്തണ്ഡൻ എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ എന്ത് കഴിക്കണോ അതാണ് അവർക്ക് കൊടുക്കണം. ഞാൻ ബിരിയാണി കഴിക്കാൻ ബിരിയാണി അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം എൻ്റെ അളവ് കോലും ഞാനാണ്. അത് തന്നെ അവരും. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ കരുതി അവർക്ക് കൊടുത്തിരുന്നത്. ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി ഒന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു നിലപാടാണ്. ചില പ്രവൃത്തികൾ ഞാൻ ചെയ്യാൻ മറ്റുള്ളവർ അറിയാണ്ടിരിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ കയ്യിൽ കൊടുത്ത് ഇന്ന ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കും. വിൻസെൻ്റ് പോൾ സംഘടന വഴിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ ഒരു ഇതാണ്. കാരണം നമ്മളുടെ അല്ല, നമ്മൾ വെറും ഒരു ഉപകരണം മാത്രം എന്ന് ചിന്തിക്കുന്നതാണ്. ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉപകരണമല്ല. ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുക ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ എടുക്കാൻ പോകണ ഒരു ഉപകരണം. അതാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം. കർത്താവിന് നന്ദി പറയണം ഞാൻ. ഒപ്പം എനിക്ക് വേണ്ടി ഇടപെട്ട മാതാവിന് നന്ദി പറയണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. രാജേഷ് എന്ന ഈ സഹോദരൻ വളരെ കാത്തിരിപ്പിൻ്റെ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് രാജേഷ്, റീന മക്കളോടൊപ്പം വന്ന് തറയിൽ വന്ന് വളരെ സന്തോഷത്തോടുകൂടി, വളരെ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ആത്മാഭിമാനത്തോടു കൂടി അവർ പറയുന്നത്. ജീവിതഭാരം കുറച്ച് നൽകുന്ന, നമ്മുടെ എല്ലാ സഹനങ്ങളെയും ഈശോ ഏറ്റെടുക്കുന്ന, അതിനുവേണ്ടി ജാമ്യം നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ മകൻ വളരെയധികം
വളരെ ആത്മാഭിമാനത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ സന്തോഷത്തോടെ ഇവിടെ ഏറ്റുപറയുകയാണ്. ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരനാണ് രാജേഷ്. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ സ്ഥലം മാറ്റത്തിന് വേണ്ടി ഒരു അപേക്ഷ പരിശുദ്ധ അമ്മയോട് വയ്ക്കുകയാണ്. എനിക്കിവിടെ നിന്നൊരു എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് എനിക്കൊരു മാറ്റം നൽകണം. ആ ഒരു വിശ്വസ്തതയെ, എന്തുമാത്രം ഈ വിശ്വാസത്തിന് വിശ്വസ്തതയുണ്ടോ എന്ന് മാറ്റുരച്ചു നോക്കിയ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. എത്ര തന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈശോയുടെ സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ടി വരും. ഏതൊരു കേസിനായാലും ഒരു എവിഡൻസ് വേണം. അദ്ദേഹം പറയുന്നു, എനിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരാളെ പരിശുദ്ധ അമ്മ അവിടേക്ക് എത്തിക്കുകയായിരുന്നു. ഈശോ തന്നെ എനിക്ക് വേണ്ടി നിലകൊണ്ട് എൻ്റെ ജോലി യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃപാസനത്തിൻ്റെ സംസ്കാരം ഒരു മടിയൻ ഉടമ്പടിയിൽ താഴ്മയെ തൃക്കൺ പാർക്കുകയാണ്, ഒരു സ്റ്റാറ്റസ് ലോ ചെയ്യുകയാണ്. ഇതാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. എനിക്ക് സാധ്യമല്ല, ഞാനൊന്നുമല്ല, എനിക്ക് വേണ്ടി അങ്ങ് തന്നെ നിലകൊള്ളണം. ഒരുപാട് ഡെഫിനിഷൻസാണ് അദ്ദേഹം ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത്. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രായോഗികമാണ്. ഈ കടമ്പകൾ കടക്കാൻ, എൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ ഞാൻ എന്തെല്ലാം കടമ്പകൾ കടന്നു എന്നെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയായിരുന്നു. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ മേഘത്തിലൂടെയും തീഗോളത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവർ സ്നാനപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു സ്നാനം തന്നെ വേണ്ടി വന്നു. അതുപോലെ തന്നെ അവരുടെ വീട് പണിയായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയായാലും മകൻ്റെ വിജയം, ഇങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള ഐക്യം, പ്രാർത്ഥനാ ജീവിതം വളരെ വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നത്. ഈശോ നമുക്ക് വാഗ്ദാനം നൽകുന്നു, അവിടുന്ന് അത് പൂർത്തീകരിക്കും. ദൈവം നമ്മോട് യേശയ്യായുടെ പ്രവാചനം പറയുന്നത് പോലെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. അവിടുന്ന് നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. നാം എങ്ങനെയൊക്കെ എത്രയെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വചനമഴ പെയ്ച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ഇരുകൈ അറിയാതെ നൽകുന്ന കാരുണ്യ പ്രവൃത്തികൾ നിറച്ചളന്ന് അമർത്തിക്കുലുക്കി നിൻ്റെ മടിയിലേക്ക് അവിടുന്ന് നമുക്ക് ഇട്ടുതരും. ഇതിൻ്റെ കൂടി ഒരു വലിയ സാധ്യതകളുടെ സാക്ഷ്യമാണ്. രാജേഷിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ്